ദുരന്തർ 2 ഒരു ഹാർഡ് പ്രൊപ്പഗാൻഡ സിനിമയാണെന്ന് വിശ്വസിക്കുന്ന ഗീവ് മി എ ചിയർ. മൈനോറിറ്റി, ബാക്കിയുള്ളൊരു മെജോറിറ്റി. ആർട്ട് ഫോർ ആർട്ട് സേക്ക് മനസ്സിലാകാത്തവർ. സോഷ്യൽ മീഡിയ നിങ്ങളെപ്പോലുള്ളവരെ കൂടുതൽ. എനിക്ക് അവരോടൊക്കെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ബി പ്രൊഫഷണൽ ലൈക്ക് രൺവീർ സിംഗ്. രൺവീറിന്റെ ഭാര്യ ദീപികയുടെ പത്മാവത് സിനിമ ഇറങ്ങിയപ്പം BJP-ക്കാർ അവർക്കെതിരായിരുന്നു. പത്താൻ സിനിമ ഇറങ്ങിയപ്പം BJP നേതാക്കന്മാർ ദീപികയുടെ ബിക്കിനിയുടെ കളർ വരെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ മോഡിജി മെയിൻ റോളിൽ അഭിനയിച്ച ദുരന്തർ 2 അതാണ് പ്രൊഫഷണലിസം. സിനിമയെ കാണാൻ പഠിക്കൂ. നിങ്ങൾ കുറച്ചേര് പറയും ദുരന്തർ 2 പ്രൊപ്പഗാൻഡയാണെന്ന്. അപ്പോൾ അവർ പറയും അപ്പോൾ എമ്പുരാൻ പ്രൊപ്പഗാൻഡ അല്ലേ എന്ന്. അപ്പം ഞങ്ങൾ പറയും കേരള സ്റ്റോറി പ്രൊപ്പഗാൻഡ ആയിരുന്നു എന്ന്. അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് സ്പീച്ച്, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതിനെപ്പറ്റിയൊക്കെ വാദിച്ചുകൊണ്ടിരുന്നവർ പറയും ലെഫ്റ്റ് സിനിമ പ്രൊപ്പഗാൻഡ ആയിരുന്നു. നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രൊപ്പഗാൻഡ ഒന്നും ഇല്ലാത്ത ഒരു സിനിമയെ സമ്മതിക്കുന്ന ഒറ്റ സിനിമയേ ഉള്ളൂ, കിന്നാരത്തുമ്പികൾ. തെറ്റ് ചെയ്യാത്തവരെ ആരുമില്ലെന്നുള്ള ലോക സത്യം വിളിച്ചു പറഞ്ഞ ആദ്യത്തെ സിനിമ. ദുരന്തറിന് മുന്നേ തന്നെ വർഷങ്ങളായിട്ട് വേ ബാക്ക് എനിക്ക് തോന്നുന്നു there is so much hate against മോഡിജി അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? PM ആയി 12 വർഷം കഴിഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തിട്ടാ നിങ്ങളൊക്കെ ഇങ്ങനെ? എന്ത് ചെയ്തിട്ടാ? ആളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ജോക്സ് അപ്പാർട്ട്, ആൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൽ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾക്കൊക്കെ എതിർപ്പുണ്ട്. സോ അവർ ശക്തമായിട്ട് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ റൺ ചെയ്യുന്നുണ്ട്. ത്രൂ ഔട്ട് 15 വർഷത്തോളം ശക്തമായ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഉണ്ട്. സാധാരണക്കാരൻ്റെ ഫീൽഡിൽ ഈ പോസ്റ്റും കമൻറ്റും ഒക്കെ വരുമ്പോൾ അവരുടെ വിചാരം അടുത്ത പാർലമെന്റ് ഇലക്ഷൻ BJP തോക്കുമെന്ന്. പക്ഷേ മോഡിജി ബാക്ക് ടു ബാക്ക് 3 ഇലക്ഷൻ പാട്ടും പാടി ജയിച്ചു. എനിക്ക് കോൺഗ്രസ്സുകാരുടെ ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല. അവർ ദുരന്തറിന് പുറകെയും സോഷ്യൽ മീഡിയ ഗിമിക്സിന് പുറകെയും പോകാതെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പൾസ് അറിയണം. ഇപ്പം തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടൻ്റെ 10 വയസ്സുള്ള മോള്, അവളുടെ വിചാരം ഫാദർ ഓഫ് ദി നേഷൻ ഗാന്ധിജി എന്ന് പറയുന്ന പോലെ ഫിക്സഡ് സാധനമാണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ദി നേഷൻ മോദിജി എന്നാണ്. ഇപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾ ഉടനെ പോയി കേന്ദ്രത്തിൽ മാറ്റാൻ വേണ്ടി നോക്കണ്ട, ആദ്യം ഇവിടുത്തെ കാര്യം നോക്ക്. അല്ലെങ്കിൽ ആ കൊച്ചു ഗ്രൂപ്പ് അവൾ വിചാരിക്കും കേരളത്തിലെ CM അപ്പൂപ്പനും മാറാത്തൊരു പോസ്റ്റാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ലേ, ഞാൻ ഏത് പക്ഷത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന്? ഈ കഴിഞ്ഞ ആഴ്ച ഇതേ കൺഫ്യൂഷൻ എനിക്ക് തന്നെ വന്നു. ഞാൻ 2 വീക്സ് ബാക്ക് കുറച്ച് പൊളിറ്റിക്കൽ ബിറ്റുള്ള സ്റ്റാൻഡപ്പ് വീഡിയോ റിലീസ് ചെയ്തായിരുന്നു. അതിൽ ആസ് എ മുസ്ലിം ഞാൻ ഞങ്ങളെ തന്നെ സെൽഫ് ട്രോൾ ചെയ്ത് ഞങ്ങളിൽ ചിലർ പ്രശ്നക്കാരാണെന്നും, പക്ഷേ ലോക പോലീസ് കളിച്ച് ലോകത്തുള്ള മുസ്ലിം രാജ്യങ്ങളോടും ബാക്കിയുള്ള രാജ്യങ്ങളോടും ഒക്കെ യുദ്ധം ചെയ്യുന്ന അമേരിക്ക പ്രശ്നക്കാരല്ല, പാവം അമേരിക്ക എന്ന് ഞാൻ സർക്കാസ്റ്റിക്കലി പറഞ്ഞു. ഇടത് ബുദ്ധിജീവികളൊക്കെ കൈയടിച്ചു. റൈറ്റ് വിങ് സപ്പോർട്ടേഴ്സ് ഒരുമിച്ച് കൂടി വരുമെന്നും എന്നെ പൊങ്കാലയിടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ സർക്കാസം ഏതാ ഓർഗാസം ഏതാന്ന് തിരിച്ചറിയാത്ത ഞങ്ങളുടെ കൂടെയുള്ള ചിലർ നോമ്പ് മാറ്റി വെച്ചു വന്ന് എന്നെ തെറി പറഞ്ഞ് ക്ലിയറായി ഞാൻ പറഞ്ഞു അമേരിക്കയാണ് മെയിൻ പ്രശ്നം. പക്ഷെ അവർക്ക് കാര്യം പിടികിട്ടിയില്ല. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, നിങ്ങളെപ്പോലല്ലോ ഞങ്ങൾ എഴുതുന്നത് വായിക്കുന്നതൊക്കെ വലത്തും തിരിച്ചല്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് മുസ്ലിങ്ങളോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം അത് തന്നെയാണ്. ഞങ്ങൾ എഴുതി തുടങ്ങുന്നത് വലത്തുനിന്നാണെങ്കിലും ആത്യന്തികമായ അത് ഇടത്തേക്കാണ് എത്തുന്നത്. ഞങ്ങളുടെ കൂട്ടർ ഇങ്ങനെയാണെങ്കിൽ സംഘ് ഹാൻഡിൽസും റൈറ്റിംഗ് സപ്പോർട്ടേഴ്സും എൻ്റെ വീഡിയോയുടെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നറിയാൻ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ഒടുവിൽ ഞാൻ കരുതിയിരുന്ന ആ കമൻറ്റ് വന്നു, ഗോ ടു പാകിസ്ഥാൻ. ഞാൻ നോക്കിയപ്പോൾ കമൻറ്റ് ഇട്ടേക്കുന്നത് ഐഡിയുടെ പേര് ദീനിന്റെ വഴി. ബ്രോ വാട്ട് ദ ഹക്ക്, ബ്രോ പറയുന്ന ഡയലോഗാണോ? ഈ വീഡിയോയിൽ മുസ്ലിങ്ങളാണ് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കുഴപ്പക്കാരാകുന്നതും പ്രശ്നക്കാരാകുന്നതും തെറ്റിദ്ധരിച്ച് സംഘ് ഹാൻഡിൽസ് എന്നെ പ്രൈസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഫുൾ സപ്പോർട്ട്. എനിക്ക് 2 കൂട്ടരെ മനസ്സിലാവുന്നില്ല. അൺപ്രഡിക്റ്റബിൾ ആണ് ഇവര്. സത്യം പറഞ്ഞ യുവമാർക്ക് 2 കൂട്ടർക്കും
നേരെ ചൊവ്വേ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടായിരുന്നെങ്കിൽ 1905 ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചൊരു പോളിസിയുടെ വാല്യം പിടിച്ച് 120 കൊല്ലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കത്തില്ലായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാർ നമ്മളുടെ ഇടയിൽ ഡിവൈഡ് ആൻഡ് റൂൾ ഉണ്ടാക്കുന്നുണ്ട്, ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം, സത്യമാണ്. ഞാൻ എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിലിട്ടപ്പം ആ വീഡിയോയുടെ അടിയിൽ ഒരു മുസ്തഫ വന്ന് കമൻ്റ് ഇട്ട് എന്നെ തെറി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം ഒരു രാഹുൽ വന്നിട്ട് മുസ്തഫയെ സപ്പോർട്ട് ചെയ്ത് എന്നെ തെറി പറഞ്ഞ് അതിന് റിപ്ലൈ കമൻറ്റ് വിട്ടു. ജെനുവിൻ പയ്യൻ, ഒരു പ്രശ്നമില്ലാത്ത ആൾ, ജെനുവിനായിട്ടാണ് മുസ്തഫയെ സപ്പോർട്ട് ചെയ്തത് രാഹുൽ. ബട്ട് ഹി മെയ്ഡ് എ മിസ്റ്റേക്ക്. ആ റിപ്ലൈ കമൻറ്റ് ഇംഗ്ലീഷിലായിരുന്നു. മുസ്തഫയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണം തൊട്ട് ഇംഗ്ലീഷ് വേണ്ടെന്ന് വെച്ച് രാജ്യസ്നേഹി. മുസ്തഫയ്ക്ക് മനസ്സിലായില്ല രാഹുൽ സപ്പോർട്ട് ചെയ്യുന്നത് മുസ്തഫയാണ്. പുള്ളി പോയി രാഹുലിനെ തെറി വിളിച്ചു. അവർ തമ്മിൽ അടിയായി. ഞാൻ നൈസായിട്ട് സീനിൽ നിന്ന് ഔട്ടായി, ബ്രിട്ടീഷുകാരെ പോലെ. യു വോണ്ട് ബിലീവ്, രാഹുൽ മുസ്തഫ ഇപ്പോഴും തെറി വിളിച്ചുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ സർക്കാസം മനസ്സിലാകാത്തവർ എല്ലാവരും അല്ല കേട്ടോ. സംഘ് ഹാൻഡിൽസിൽ ചിലർക്ക് സർക്കാസം മനസ്സിലാവും. എൻ്റെ റിയൽ ടാർഗറ്റ് അമേരിക്കയാണെന്ന് ഒരു ഹാർഡ് കോർ ആൾ തിരിച്ചറിഞ്ഞ് എനിക്കെതിരെ വന്ന് കമൻ്റ് ഇട്ടു. ആൾ ഹാർഡ് കോർ എന്ന് പറയാൻ കാരണം ആളുടെ കമൻ്റ് ഐഡിയാണ് ഭാരതാംബയുടെ മകൻ. ആ കമൻ്റ് ഇതാണ്: നിന്റെ വളിച്ച ചളി പറഞ്ഞു കഴിഞ്ഞുള്ള ഇളിച്ച ഇലി കണ്ടാൽ നിന്റെ മോന്ത പശുവിൻ്റെ കുണ്ടി പോലുണ്ട്. ഞാൻ ഓഫൻഡായി, ഡിപ്രസ്ഡായി. ആ കമൻറ്റിൻ്റെ റൈമിങ്ങിലും ക്രിയേറ്റിവിറ്റിയിൽ ഞാൻ ഇംപ്രസ്ഡായി. ആ ഒരൊറ്റ കമൻറ്റിൽ എനിക്ക് 3 അടിയാണ് കിട്ടിയത്. 1, എൻ്റെ തമാശ വളിച്ച ചളിയാണെന്നുള്ള സത്യം. 2, എൻ്റെ മോന്ത പശുവിൻ്റെ കുണ്ടി പോലെയാണ്. 3ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ വീഡിയോയ്ക്ക് 1000 ലൈക്കേ ഉള്ളൂ. ആ കമൻറ്റിന് 10,000 ലൈക്കുണ്ട്. ആ 10 ലൈക്സ് മുസ്ലിമാണ്. തീർന്നില്ല. ഞാൻ നോക്കിയപ്പോൾ നേരത്തെ പറഞ്ഞ ആ ദീനിന്റെ വഴി വന്ന് ഭാരതാംബയുടെ മുന്നിൽ റിപ്ലൈ കൊടുത്തേക്കുന്നു. ബ്രോ, ഗോമാതാവിനെ പറഞ്ഞാണോ ഈ അമ്മയില്ലാത്തവനെ ഗോപിക്കുന്നത്? ഞാൻ ഹാപ്പിയായി. അവർ കമന്റ് ബോക്സിൽ വൈബ് ചെയ്ത് ഒന്നായി. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട ഇന്ത്യ, ഇതാണ് എൻ്റെ പക്ഷം. ദാറ്റ്സ് ബീൻ മൈ ടൈം.